10ാമത്തെ എപ്പിസോഡിന്റെ തുടക്കം. അങ്ങനെ പാർക്ക് ഊജുവിനെ എടുത്തുകൊണ്ട് അവരുടെ കൂടെ പരിപാടിക്ക് കാണാനായി പോകും. അവർ ഉള്ളിൽ ചെന്ന് ഇരിക്കും. അപ്പോൾ നമ്മുടെ ടേഹുങ്ങും അങ്ങോട്ട് വരുന്നുണ്ടാവും. അവർ രണ്ടും കൂടെ ഒരുമിച്ചിരിക്കുന്നത് കാണും. അവനാണെങ്കിൽ റോഡിൽ തിരക്കായത് കാരണം ലേറ്റായി പോകുന്ന ടെൻഷൻ അടിച്ചാണ് ഓടി വന്നത് തന്നെ. അവൻ കൊണ്ടുവന്ന ബൊക്കെ ഒരു കസേരയിൽ വെച്ച് അവിടുന്ന് പുറത്തേക്ക് പോകും. പാർക്ക് ഇത് കാണുന്നുണ്ട്. എന്താണെന്ന് അവൾ ചോദിക്കുമ്പോൾ അവനെ തൊട്ട് പറയുകയില്ല. ടേഹുങ്ങ് പുറത്ത് വന്ന് വിഷമിച്ച് നിൽക്കുവാണ്. സാരമില്ല, ആരെങ്കിലും വന്നല്ലോ എന്നോർത്ത് അവൻ തിരിച്ചു പോകും. അങ്ങനെ ഇപ്പോൾ വൂജുവിൻ്റെ പെർഫോമൻസ് ആണ്. നമ്മുടെ കുട്ടി തേനീച്ചകളെല്ലാം കൂടെ ഒരുമിച്ച് ഡാൻസ് കളിക്കും. അവൻ ഒരു ടെൻഷനും ഇല്ലാതെ തുള്ളിച്ചാടി അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെ ഡാൻസ് പരിപാടിയെല്ലാം കഴിഞ്ഞ് വൂജു ഓടി വന്ന് അവളെ കെട്ടിപ്പിടിക്കും. പാർക്കാണെ അവന് വേണ്ടി വലിയൊരു ബൊക്കെയെല്ലാം കൊടുക്കും. അവൻ ഫോട്ടോ എടുക്കുമ്പോൾ വൂജു അടിപൊളിയായിട്ട് അതിനും പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അയൽക്കാരി ചേച്ചി വന്നിട്ട് പാർക്കിനെ പരിചയപ്പെടും. അവരോട് ഞങ്ങളുടെ ഫോട്ടോ എടുക്കുമെന്ന് ചോദിച്ചിട്ട് അവൻ കൊച്ചിനെ എടുത്തുകൊണ്ട് നിന്ന് അവരൊരു ഫാമിലി പോലെ ഫോട്ടോ എടുക്കും. ഇവിടെ ടേഹുങ്ങ് വർക്കിലാണ് ഉള്ളത്. അവന് അതൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആമിച്ചുവിൻ്റെ ഹസ്ബൻഡ് സാധനമെല്ലാം കെട്ടിപ്പെറുക്കി പോകാൻ റെഡി ആയിരിക്കുകയാണ്. അയാൾ വന്നിട്ട് നീ നിൻ്റെ നെഫ്യൂവിൻ്റെ പരിപാടിക്ക് പോയില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാനവിടെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്ന് അവൻ പറയും. അല്ല, നിങ്ങളെന്താ ഈ പെട്ടിയെല്ലാം എടുത്തിട്ട്? ഇന്ന് തൊട്ട് ഞങ്ങൾ ഒഫീഷ്യലി ഡിവോഴ്സായി, ഞാൻ പോവുകയാണെന്ന് അയാൾ വിഷമത്തോടെ പറയും. അയാൾ കരയുന്നത് കണ്ടിട്ട് അവൻ വന്ന് അയാളെ ആശ്വസിപ്പിക്കും. അയാളിപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം എടുത്തു വെക്കുവാണ്. അവിടെയുള്ള പ്ലാൻസും പ്രോപ്പർട്ടീസും എന്തിന് കെറ്റിൽ വരെ അയാൾ എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് അതെല്ലാം കൊണ്ടുപോയി കാറിൽ വയ്ക്കും. നിങ്ങൾ പോകാൻ ഉറപ്പിച്ചു എന്ന് അവനൊന്നുകൂടി ചോദിക്കുമ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, മാത്രമല്ല പ്ലെയിൻ ടിക്കറ്റും എടുത്തു കഴിഞ്ഞു. നിങ്ങൾ ഓക്കെ ആയിരിക്കുമോ? നിങ്ങൾക്ക് ഇപ്പോഴും അവരോട് ഫീലിങ്സ് ഉള്ളതായിട്ട് എനിക്കറിയാമെന്ന് ടേഹുങ്ങ് പറയുമ്പോൾ അത് കാര്യമില്ല, അവൾക്ക് എന്നെ ഇനി ആവശ്യമില്ല. ഞാൻ പോയി കഴിഞ്ഞാലും നീ സ്റ്റുഡിയോ നന്നായി നോക്കണമെന്ന് അയാൾ അവനോട് പറയും. നിങ്ങളുടെ ഫ്ലൈറ്റ് എപ്പോഴാണെന്ന് അന്വേഷിക്കുമ്പോൾ അത് 13-ന് രാത്രിയിലായിരിക്കും. എന്താ നീ യാത്രയാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഫ്രീ ആണെങ്കിൽ ഞാൻ വരുന്ന് അവൻ പറയും. ഞാനൊരു ഫയൽ ടേബിളിൽ വെച്ചിട്ടുണ്ട്, നിനക്ക് സമയം കിട്ടുമ്പോൾ അതൊന്ന് എടുത്തു നോക്കണമെന്ന് അയാൾ അവനെ പറഞ്ഞേൽപ്പിക്കും. ഇപ്പോൾ ഇവിടെ വീട്ടിൽ അമ്മച്ചിക്കാണ് നടുവേദന കാരണം സഹിക്കാൻ പറ്റുന്നില്ല. അവർ വേദന കൊണ്ട് പൊളയുവാണ്. മകനാണെങ്കിൽ ദേഷ്യപ്പെടും. ഒരു ഡോക്ടറെ പോയി കാണാൻ ഞാൻ എത്ര വട്ടം നിങ്ങളോട് പറഞ്ഞു. അയാൾ അവർക്കൊരു ഡ്രസ്സ് കൊണ്ടു കൊടുത്തിട്ട് വേഗം ഡ്രസ്സ് മാറിക്കോ, നമുക്ക് ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയും. അയാൾ കുറേ ഇമോഷണൽ ഡ്രാമ ഇറക്കുമ്പോൾ അവർ സമ്മതിക്കും. പക്ഷേ അതിപ്പോൾ ഊജുവിനെ പിക്ക് ചെയ്യാനുള്ള സമയമായിരുന്നു. അതൊന്നും കുഴപ്പമില്ല, ഞാനത് മാനേജ് ചെയ്തോളാം എന്ന് അയാൾ പറയും. അയാളിപ്പോൾ ഹുഞ്ചിനെ കോൾ ചെയ്യുവാണ്. പക്ഷേ അവൾ ഏതോ മീറ്റിങ്ങിലായതുകൊണ്ട് അയാളുടെ കോൾ വരുന്നത് അറിയില്ല. ഇതേ സമയം ടേഹുങ്ങ് വന്നിട്ട് വൂജുവിനെ കൂട്ടിക്കൊണ്ടു പോവും. വൂജു, നിന്നെ മിസ് ചെയ്തു എന്ന് അവൻ കൊച്ചിനോട് ചോദിക്കും. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു, നിനക്ക് ഇച്ചിരി കനം കൂടിയെന്ന് തോന്നുന്നുണ്ടല്ലോ. വൂജു, നമുക്ക് ഇന്നൊന്ന് പുറത്ത് പോയാലോ, നമ്മൾ രണ്ടും മാത്രം. അങ്ങനെ അവൻ കൊച്ചിനെ എടുത്തുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് ചെല്ലും. ഞാൻ കുറേ റിസർച്ച് നടത്തിയപ്പോൾ പിള്ളേര് ചെറുപ്പത്തിൽ വായിച്ചാൽ അവർ സ്മാർട്ട് ആകുന്നു കണ്ടു. അവൻ കൊച്ചിനെ നിലത്തിറക്കിയിട്ട് 2 ബുക്ക് എടുത്ത് കാണിച്ചു കൊടുക്കും. നിനക്കിതിൽ ഏതാ വേണ്ടതെന്ന് ചോദിക്കും. കൊച്ചാണെങ്കിൽ ഓടിപ്പോയിട്ട് അവിടെയുള്ള കളിപ്പാട്ടത്തിൽ തൊടും. പക്ഷേ വാശിയൊന്നും പിടിക്കില്ല. അവൻ വരുമ്പോൾ അതവിടെ തന്നെ വെച്ച് അവൻ്റെ കൂടെ പോകും. ഇപ്പോൾ അവൻ കൊച്ചിനെയും കൊണ്ട് അവൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. കൊച്ചു ഓടിപ്പോയിട്ട് അവിടെയുള്ള ഓരോ സാധനത്തിലും തൊട്ടും തലോടിയൊക്കെ നോക്കും. മുൻപ് അവന് ഇതൊന്നും ഇഷ്ടമില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അവൻ കൊച്ചിൻ്റെ പുറകെ നടന്ന് ഓരോന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അതെങ്ങാനും വീണ കൊച്ചിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയാണ് അവന്. അവളിപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ചേട്ടൻ്റെ മിസ് കോൾ കാണും. അവൾ എന്നിട്ട് അയാളെ തിരിച്ചു വിളിക്കും. ഇവിടെ ടേഹുങ്ങ് കൊച്ചിന് കഥാപുസ്തകം വായിച്ചു കൊടുക്കുകയാണ്. ലിറ്റിൽ ഡൈനോയുടെ കഥയാണ് അവൻ പറയുന്നത്. ഊജു അതെല്ലാം ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഹുൻജൻ അവനെ വിളിക്കും. അങ്ങനെ അവൻ കൊച്ചിനെ എടുത്തുകൊണ്ട് അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. കോളിംഗ് ബെൽ അടിക്കുന്നത് ഊജുവാണ്. അവൾ വരുമ്പോൾ അവൻ കൊച്ചിനെ അവിടെ ഏൽപ്പിക്കും. ഊജുവിന് ഞാൻ കുറച്ച് ബുക്ക് വാങ്ങിയിട്ടുണ്ട്, അവനത് ഇഷ്ടപ്പെട്ടു എന്ന് പറയും. കൊച്ച് അങ്കിളിന് ടാറ്റയെല്ലാം കൊടുത്ത് പറഞ്ഞു വിടും. അവനിപ്പോൾ അങ്കിള് വാങ്ങിക്കൊടുത്ത കഥാബുക്ക് ഒറ്റയ്ക്കിരുന്ന് വായിക്കുകയാണ്. ഹുഞ്ചിൻ ഇത് കണ്ടിട്ട് നിനക്കിത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. അവൾ എന്നിട്ട് പോകുമ്പോൾ ടേഹുങ്ങിൻ്റെ റൂം കണ്ട് അത് തുറന്നു നോക്കും. ആ ലൈറ്റ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ ആദ്യം മീറ്റ് ചെയ്യാൻ കാരണമായ അതേ ലൈറ്റ്. അവളത് ഓൺ ആക്കി നോക്കും. കൊച്ചത് അത്ഭുതത്തോടെ നോക്കി നിൽക്കും. അവൾ ഓർക്കുവാണ്, അവൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, എല്ലാം തോലുമായിട്ടാണ് ഇരിക്കുന്നത്. അടുത്ത ദിവസം അവൾ കൊച്ചിനെ കൂട്ടി ഡേ കെയറിലേക്ക് പോകുമ്പോൾ പാർക്ക് അവരെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടാവും. അങ്ങനെ വൂജു ഇപ്പോൾ 2 പേർക്കും ടാറ്റ കൊടുത്ത് ക്ലാസ്സിലേക്ക് പോവാണ്. പിന്നെ അവർ രണ്ടും കൂടെ ഓഫീസിലേക്ക് പോകുമ്പോൾ അവൾ അയാൾക്ക് താങ്ക് യു പറയും. അയാളാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ അവൾ വേണ്ട, ഞാനത് മാനേജ് ചെയ്തോളാം എന്നെല്ലാം പറഞ്ഞ് അയാളെ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. അവൾക്ക് അങ്ങനെ അയാളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ.
ഇവിടെ സ്റ്റുഡിയോയിൽ അയാൾ മേശപ്പുറത്ത് വെച്ചിട്ട് പോയ ഫയലിൽ ആമിച്ചുവിൻ്റെ ഡെയിലി റൊട്ടീനാണ് ഉള്ളത്. അവർക്ക് കഴിക്കേണ്ട ഭക്ഷണവും വൈറ്റമിൻസിൻ്റെ എല്ലാം ലിസ്റ്റാണ് അയാൾ തയ്യാറാക്കി വെച്ചത്. ഫ്രണ്ട് ഇതെല്ലാം വായിച്ചു നോക്കുവാണ്. ടെഹുങ്ങിനാണെങ്കിൽ ഇന്ന് BS ഫുഡ് കമ്പനിയിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഇവരുടെ പ്രൊഡക്റ്റ് സക്സസ് ആയതിൻ്റെ പേർക്ക് അതിൻ്റെ ക്രൂവിലുണ്ടായിരുന്ന എല്ലാവരും വെച്ചിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അതിനിടയ്ക്ക് അവർ മാനേജർ പോകുന്നതിന് മുമ്പ് അയാൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേന്ന് സംസാരിക്കും. അത് എൻ്റെ മൈൻഡിലും വന്നു, പക്ഷേ എന്താ വാങ്ങുകയെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലെന്ന് ടെഹുങ് പറയും. ഇപ്പോൾ ആമിച്ചു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ അങ്ങോട്ട് കയറി ചെല്ലും. അവരാണെങ്കിൽ ഹസ്ബൻഡ് ആണെന്നോർത്ത് കൈനീട്ടി വൈറ്റമിൻസ് എൻ്റെ കയ്യിൽ തന്നിട്ട് പൊയ്ക്കോന്ന് പറയും. എന്താന്ന് അവൻ ചോദിക്കുമ്പോഴാണ് അവർക്ക് നേരെ ബോധം വരുന്നത്. ഓ, നീയായിരുന്നോ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ BS കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോവാണ്. പിന്നെ നമ്മുടെ മാനേജർക്ക് എന്താ ഇഷ്ടമുള്ളത്, ഞങ്ങൾ പുള്ളിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വെച്ചു. അവർ അയാൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് ആലോചിക്കുകയാണ്. പക്ഷേ ഇത്ര കാലമായിട്ടും ഇവർക്ക് ഇതുവരെ അയാളുടെ ഇഷ്ടമോ അനിഷ്ടമോ ഒന്നും അറിയില്ല. ഞാനിപ്പോൾ വർക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞ് അവന് ഒഴിവാക്കാൻ നോക്കും. പുള്ളി 13 രാത്രി US പോവാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകും. അവരിപ്പോൾ വന്നിട്ട് ഒരു കോഫി ഉണ്ടാക്കാൻ നോക്കുവാണ്. പക്ഷേ അവർക്കതിൻ്റെ ABCD പോലും അറിയില്ല. ഇത്ര കാലവും അയാളല്ല ഇവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തത്. അവരത് തിരിച്ചിട്ടൊന്നും കോഫി വരില്ല. പെട്ടെന്ന് അയാൾ ഓടി വന്ന്, നോക്ക്, കോഫി മേക്കർ ഡേഞ്ചറസ് ആണ്, ഞാനതാക്കി തരാമെന്ന് പറയും. നിനക്ക് ഐസ്ഡ് കോഫി ഇഷ്ടമെന്ന് എനിക്കറിയാം. പക്ഷേ ശരിക്കും അവിടെ ആരും ഉണ്ടാവില്ല. അതവരുടെ ചിന്ത മാത്രമായിരിക്കും. അവരതെല്ലാം മായ്ച്ചു കളയുമ്പോൾ പിന്നെയും അയാൾ വന്ന് വർത്തമാനം പറയുന്നതായിട്ട് അവർക്ക് തോന്നും. അയാൾ പോയി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് അയാളുടെ ശൂന്യത എത്ര വലുതായിരുന്നെന്ന് മനസ്സിലാവുന്നത്. അയാളെ കൂടാതെ ഇവർക്ക് ഒറ്റയ്ക്കോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവരുടെ മൈൻഡ് ആകെ കൺഫ്യൂസ്ഡ് ആകും. അവരെന്നിട്ട് നോക്കുമ്പോഴാണ് മേശപ്പുറത്ത് ഒരു ഫയൽ ഇരിക്കുന്നത് കാണുന്നത്. അതായത് അയാൾ പോകുന്നതിന് മുമ്പ് ആമിച്ചുവിൻ്റെ ഇഷ്ടം എന്താ, അവർക്ക് കൊടുക്കേണ്ട മെഡിസിൻ എന്താ, ഇതെല്ലാം റെഡിയാക്കി വെച്ച ഫയല്. ഇവിടെ ഇപ്പോൾ കമ്പനിയിൽ ടെഹുങ് ഇൻ്റർവ്യൂവിനായിട്ട് വരും. അവൻ ഹുഞ്ചിനെയും പാർക്കിനെയും ഗ്രീറ്റ് ചെയ്യും. ഹുഞ്ചിൻ്റെ ഫ്രണ്ടാണ് ഇവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അവൾ ഇവരെ മൂന്നിനെ വിളിച്ചിട്ട്, ഒന്നും പേടിക്കണ്ട, ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കും, അതിന് നിങ്ങൾ അറിയാവുന്ന പറഞ്ഞാൽ മതി എന്ന് പറയും. അങ്ങനെ ഇൻ്റർവ്യൂ തുടങ്ങി. അവൾ ഓരോന്ന് ചോദിക്കും. പാർക്ക് അതിന് മറുപടി പറയും. പക്ഷേ പാർക്കും ഹുഞ്ചിനും അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കിയാണ് സംസാരിക്കുന്നത്. മാനേജർ ഒരുപാട് സഹായിച്ചു, ഹുഞ്ചിൻ ഒരുപാട് സഹായിച്ചു. അങ്ങനെ രണ്ടുപേരും പരസ്പരം പറഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്തത് ടെഹുങ്ങിനോടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ഫോട്ടോസ് എല്ലാ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫോട്ടോഗ്രാഫി നിന്റെ ഏരിയ അല്ല, എന്നിട്ട് നീ ഫോട്ടോഗ്രാഫിയിലേക്ക് തിരിയാനുള്ള കാരണം എന്താണെന്ന് അവൾ ചോദിക്കും. സത്യം പറഞ്ഞാൽ അതെൻ്റെ ബ്രദർ കാരണമാണ്. അദ്ദേഹമാണ് ക്യാമറ എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഞാൻ കുറച്ചു കാലം അത് ഉപേക്ഷിച്ചിരുന്നു. പക്ഷേ ഒരാൾ എന്നോട് നീ പോയി എന്തായാലും അത് പരിശ്രമിച്ച് നോക്കണമെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചുവെന്ന് ഹുഞ്ചിനെ ഉദ്ദേശിച്ച് അവൻ പറയും. അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോഗ്രാഫിയിലേക്ക് തിരികെ വന്നത്. ആ ആളില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ക്യാമറ തൊടുകയില്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ വൈകുന്നേരം ടെഹുങ് കൊച്ചിനെ കൊണ്ട് അമ്മച്ചിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അവരാണെങ്കിൽ ഇവനെ കുറേ കാലം കൂടി കാണുന്നത് കൊണ്ട് കുറേ അധികം വർത്തമാനം പറയും. അവരപ്പോൾ നീ പോകുന്നതിന് മുമ്പ് വീട്ടിൽ പോയി കുറച്ച് ഡയപ്പർ എടുത്തിട്ട് വരണം. ഹുഞ്ചിൻ എന്നോട് വീടിൻ്റെ പാസ്വേഡ് പറഞ്ഞിരുന്നു. പക്ഷേ അന്നത്തെ സംഭവത്തോടെ എനിക്ക് വീട്ടിൽ കയറാനേ പേടിയാണെന്ന് പറയും. അവൻ അതുകൊണ്ട് ഇപ്പോൾ വീട്ടിലേക്ക് പോവും. അവൻ ചെന്ന് ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ അവിടെ മുഴുവൻ അലങ്കോലമായി കിടക്കുവാണ്. എല്ലാ സാധനങ്ങളും വലിച്ചു വാരി ഇട്ടിരിക്കുന്നു. അവനുണ്ടായിരുന്നപ്പോൾ എത്ര നീറ്റായിട്ടാണ് വീട് നോക്കിയിരുന്നത്. അവളാണ് ക്ഷീണിച്ച് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ കൊച്ചിനെയും കൂട്ടി വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവൾ അത്ഭുതപ്പെട്ടു പോകും. എല്ലാം നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നു. അവൾ നോക്കുമ്പോൾ മേശപ്പുറത്ത് ഒരു നോട്ടിൽ ഞാൻ കുറച്ച് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്ത് പ്രശ്നം ഉണ്ടായാലും നീ ഒരിക്കലും ഭക്ഷണം ഒഴിവാക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അവളും പഴയ ഓർമ്മകളിലേക്ക് പോകും. അവർ 3 പേരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, സംസാരിക്കുന്നത് എല്ലാം അവൾ ഓർക്കും. ഊജു അപ്പോൾ എന്ത് ഹാപ്പി ആയിരുന്നു. ഇതേ സമയം ടെഹുങ്ങും അവൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അവനും അവിടെ അവരുള്ളതുപോലെ സങ്കല്പിക്കും. പക്ഷേ ആരും ഇല്ലെന്ന് മനസ്സിലാവുമ്പോൾ അവന് ഭക്ഷണം കഴിക്കാൻ മടി തോന്നും. ഇപ്പോൾ ടെഹുങ്ങും അവൻ്റെ ഫ്രണ്ട്സും കൂടെ ഷോപ്പിൽ വന്നിരിക്കുകയാണ്. അവർക്ക് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി. ഫ്രണ്ട്സ് എല്ലാം അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങുമ്പോൾ ടെഹുങ് പോയി ഊജുവിന് പറ്റിയ ഡ്രസ്സാണ് നോക്കുന്നത്. അവൻ കുട്ടികളുടെ സെക്ഷനിൽ ചെന്നിട്ട് നല്ല അടിപൊളി ഉടുപ്പുകൾ എടുത്ത് നോക്കും. അവന് അതൊക്കെ കാണുമ്പോഴാണ് സന്തോഷം. ഈവൻ ഇതെവിടെ പോയെന്ന് നോക്കി ഫ്രണ്ട്സ് വരുമ്പോൾ അവൻ കുഞ്ഞുടുപ്പെല്ലാം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവർ കാണും. ഇവിടെ ഹുഞ്ചിനും അവരുടെ ഫ്രണ്ടും കൂടെ ഒരു കഫേയിൽ വന്നിരിക്കുകയാണ്. ഊജു വേറെ കുറച്ച് കുട്ടികളുടെ കൂടെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ ഫോണിലേക്ക് പാർക്ക്, നാളെ നീ ഫ്രീ ആണോ, നമുക്ക് 3ാമത്തെ ഡേറ്റിന് പോയാലോ എന്ന് ചോദിക്കും. ഫ്രണ്ട് അത് കണ്ടിട്ട് ഡേറ്റിന് പോയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ എന്തായി, അവൻ നിന്നെ നന്നായി ടേക്ക് കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിക്കും. അവളപ്പോൾ ഉണ്ട്, പക്ഷെ എന്നാലും അത് എനിക്കൊരു ഭാരമായിട്ടാണ് തോന്നുന്നത്. അത് എങ്ങനെയാണ് പറയുക എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഫ്രണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്ക് ആശ്വാസമാണ് വരുന്നത്, പ്രഷറല്ല.
പക്ഷേ നിനക്കതൊരു ഭാരമായി തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം സിമ്പിളാ. നിനക്ക് ആ ഫീലിങ്സ് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല, അത് തന്നെ. ഇവിടെ ആമിച്ചു ആകെ കീളിപ്പോയ അവസ്ഥയിലാണ് ഉള്ളത്. അയാള് 13 രാത്രി US പോകുന്ന ടേഹുങ് പറഞ്ഞത് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. കലണ്ടർ നോക്കുമ്പോൾ ഇന്നാണ് 13. ഓഫീസിൽ അസിസ്റ്റന്റിന് വീക്കെൻഡ് ആയിട്ടും വർക്ക് ചെയ്യണം. അവനാണെങ്കിൽ അതൊന്നും ഇഷ്ടപ്പെടാതെ എന്തൊരു ശല്യമാണെന്ന് പറഞ്ഞ് ജോലിക്ക് പോകും. അങ്ങനെ ദേഷ്യം വന്ന് ലിഫ്റ്റിന്റെ ബട്ടൺ ഞെക്കി പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടേഹുങ്ങും അങ്ങോട്ട് വരുന്നത്. വീക്കെൻഡായിട്ട് നീ എന്താ ഇവിടെ നിന്ന് അവൻ ചോദിക്കുമ്പോൾ ഒരു ലാസ്റ്റ് മിനിറ്റ് മീറ്റിംഗ് വന്നു, അങ്ങനെ വന്നതാണെന്ന് ടേഹുങ് പറയും. അപ്പോൾ അവനൊരു കോൾ വരും. ആമിച്ചു ആയിരിക്കും. മാനേജറുടെ ഫ്ലൈറ്റ് എപ്പോഴാണെന്ന് അവർ ചോദിക്കുമ്പോൾ അത് ഈവനിങ് ഫ്ലൈറ്റാ, US ഫ്ലൈറ്റ് എല്ലാം രാത്രിയിലാ, മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഞാൻ പോവാണെന്നും അവൻ പറയും. ഇതെല്ലാം കേൾക്കുന്ന അസിസ്റ്റന്റ് വിചാരിക്കുന്നത് ടേഹുങ് ആണ് US പോകുന്നതെന്നാ. ചേടാ, ഇവനെന്താ ഇവിടം വിട്ട് അമേരിക്കയ്ക്ക് പോവാണോ? ഇതേ സമയം പാർക്ക് ഹുൻജിനെ കുട്ടി അവൻ പണ്ടുണ്ടായിരുന്ന ചിൽഡ്രൻസ് ഹോമിലാണ് പോകുന്നത്. അവിടെയുള്ള കുട്ടികളെല്ലാം അങ്കിള് വന്നു എന്ന് പറഞ്ഞ് അവന്റെ കാറിന് ചുറ്റും കൂടും. അവനാണെങ്കിൽ കുട്ടികളെല്ലാം ഒത്തിരി ഇഷ്ടമാണ്. അവർക്ക് വേണ്ടി ഒരുപാട് ഗിഫ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോരുത്തരുടെ പേര് വിളിച്ച് അവർക്ക് വേണ്ട ഗിഫ്റ്റ് കൊടുക്കും. അങ്ങനെ കുട്ടികളെല്ലാം ഹാപ്പിയായി. ഹുൻജിനെ കണ്ടിട്ട് ഇതാരാണെന്ന് അവിടുത്തെ ആള് ചോദിക്കും. അവളാണെ ഞാൻ പാർക്കിന്റെ കൂടെ ഒരുമിച്ച് പഠിച്ചതാ, ഇപ്പോൾ ഞങ്ങൾ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നും പറയും. അവനിപ്പോൾ പിള്ളേർക്കെല്ലാം ഭക്ഷണം വാങ്ങിക്കൊടുത്തിരിക്കുകയാണ്. എല്ലാവരും കൂടിയിരുന്ന് ഹാപ്പിയായി കഴിക്കും. ടേഹുങ് ഇവിടെ തിരിച്ച് സ്റ്റുഡിയോയിൽ വരുമ്പോൾ ആമിച്ചു കുടിച്ച് ബോധം കെട്ട് കിടക്കുകയാണ്. നിങ്ങൾ ഇത് മുഴുവൻ കുടിച്ചു തീർത്തുമെന്ന് പറഞ്ഞ് അവൻ അവരെ വിളിച്ചെഴുന്നേൽപ്പിക്കും. എത്ര കുടിച്ചിട്ടും എനിക്ക് ഒന്നും ആവുന്നില്ല എന്ന് അവർ പറയും. ഞാൻ വീണ്ടും വീണ്ടും അയാളെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എയർപോർട്ടിൽ പോകണമെന്ന് അവൻ പറയും. പക്ഷേ അവർ സമ്മതിക്കില്ല. ഞാൻ നിങ്ങളെ കൊണ്ടുപോവാം. പുള്ളി റിസൈൻ ചെയ്തത് തൊട്ട് നിങ്ങൾ മുമ്പത്തെ പോലെയല്ല. അദ്ദേഹം വിട്ടുപോയാൽ നിങ്ങളുടെ മൈൻഡ് ആകെ കൈവിട്ട് പോകുമെന്ന് അവൻ പറയും. അവരാണെങ്കിൽ അയാൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ഫയൽ ചൂണ്ടിക്കാണിച്ചിട്ട് അയാൾക്ക് എന്നെക്കുറിച്ചുള്ള ഓരോ സിംഗിൾ ഡീറ്റെയിൽസും അറിയാം. പക്ഷേ എനിക്ക് അയാളെക്കുറിച്ച് ഒന്നും അറിയില്ല. അയാളെ ഇവിടെ നിർത്താനുള്ള എന്ത് റൈറ്റാണ് എനിക്കുള്ളതെന്ന് പറഞ്ഞ് വീണ്ടും കുടിക്കും. ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഹുൻജിൻ അന്ന് ഇൻ്റർവ്യൂവിന് ടെഹുങ്ങിനോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആലോചിക്കുവാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് ഒരു പെർഫെക്റ്റ് മീൽ? അവനപ്പോൾ മറുപടി പറയുന്നത്, എനിക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ വിശപ്പ് മാറ്റാനുള്ള ഒരു സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് നമുക്ക് പ്രിയപ്പെട്ടവർ രാവിലെ ഭക്ഷണം ഒഴിവാക്കി പോയാൽ അതെന്നെ വിഷമിപ്പിക്കാൻ തുടങ്ങി. അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമോ എന്നോർത്ത് ഞാൻ ടെൻഷനാവും. എന്നെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഭക്ഷണം എന്നുള്ളത് എന്ത് കഴിക്കുന്നു എന്നല്ല, പക്ഷേ നമ്മൾ ആരുടെ കൂടെ ഇരുന്നാണ് കഴിക്കുന്നത് എന്നുള്ളതാണെന്ന് അവൻ ഹുൻജിനെ നോക്കി പറയും. അവളിപ്പോൾ അതെല്ലാം ഓർക്കുവാണ്. അപ്പോൾ ഒരു കോൾ വന്നിട്ട് അവൾ പുറത്തേക്ക് പോകും. അസിസ്റ്റന്റ് ആണ് വിളിക്കുന്നത്. അവനാണെങ്കിൽ ഹുൻജിൻ, ഞാൻ വിളിച്ചത് നീ ഒന്ന് തയ്യാറാക്കിയ ഫയല് എവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കും. അത് മാനേജറുടെ മേശപ്പുറത്തുണ്ടെന്ന് അവന് പറഞ്ഞു കൊടുക്കും. അയ്യോ, നീ എന്താ ഇപ്പോഴും ഓഫീസിലാണോ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാ, എല്ലാവരും ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുവോ, ഒരാളാണെ അമേരിക്കയ്ക്കും പോവാന്ന് അവൻ പറയും. അതാരാണെന്ന് അവൾ ചോദിക്കുമ്പോഴാണ്, ടേഹുങ്, അവൻ നിന്റെ ഇല്ലോ അല്ലേ, എന്നിട്ട് നിന്നോട് പറഞ്ഞില്ലേ? ഞാൻ കേട്ടത് വെച്ച് അവൻ ഇന്നാ പോകുന്നതെന്ന് തോന്നുന്നു. ഇത് സത്യമാണെന്ന് അവൾ ചോദിക്കുമ്പോൾ ശരിക്കും ടേഹുങ് ഇന്ന് രാത്രി പോകുന്ന അവൻ ഉറപ്പിച്ചു പറയും. ഇവിടെ ആമിച്ചുവും ടെഹുങ് കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അവരെ നിർബന്ധിച്ച് പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോകും. പിന്നെ നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാവരുത്, നമുക്ക് എയർപോർട്ടിലേക്ക് പോകാൻ പറഞ്ഞ് അവനവരെ ഉന്തി തള്ളി കാറിൽ കയറ്റും. കുട്ടികളെല്ലാം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹുൻജിൻ ഒരിടത്ത് വിഷമിച്ചിരിക്കുകയാണ്. പാർക്ക് അവരുടെ കൂടെ കളിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അവൻ നോക്കുമ്പോൾ അവള് മൂഡ് ഓഫ് ആയിരിക്കുന്നത് കാണും. എന്നിട്ട് നീ എന്താ ഡള്ളായിരിക്കുന്നതെന്ന് വന്ന് ചോദിക്കുമ്പോൾ അവള് ഒന്നുമില്ല എന്നെല്ലാം പറയും. പെട്ടെന്ന് ആകാശം ഇരുണ്ടു കൂടി മഴ പെയ്യാൻ തുടങ്ങും. മഴ പെയ്യുന്നു പിള്ളേരെ, നിങ്ങളെല്ലാം ഉള്ളിൽ പോകുന്ന അവൻ പറയുമ്പോൾ പിള്ളേരെല്ലാം ഓടി ഉള്ളിൽ പോകും. അവളുടെ കയ്യിലേക്ക് മഴത്തുള്ളി വീഴുമ്പോൾ അവൾ ഓർക്കുവാണ് അന്ന് മഴയത്തൂടെ അവൻ അവളുടെ കൈ പിടിച്ച് ഓടിയത്. പിന്നെ അവൾ കാട്ടിൽ അകപ്പെട്ടു പോയപ്പോൾ അവൻ വന്ന് മഴ നനയാതെ അവളെ കൂട്ടിക്കൊണ്ട് പോയത്, അവൻ അവളെ തോളിലേറ്റി ചുമന്നുകൊണ്ട് പോയത്. ഇതെല്ലാം കൂടെ ആയപ്പോൾ അവൾക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. എനിക്ക് ഇപ്പൊ പോണെന്ന് അവൾ പാർക്കിനോട് പറയും. എവിടേക്കാന്ന് ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ വിളിക്കാം, ഐ ആം സോറി, പക്ഷെ എനിക്ക് പോയേ തീരുന്നു പറഞ്ഞ് അവൾ ഓടും. അവളിപ്പോൾ ഒരു ടാക്സിയിൽ എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. അവൾ ഓടിച്ചെല്ലും. അവിടെ ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് ടേഹുങ് എവിടെയാണെന്ന് മനസ്സിലാവില്ല. അവൾ അവനെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ബിസി ആണെന്നാണ് പറയുന്നത്. ഇതേസമയം ടേഹുങ് അയാളുടെ ലഗേജ് ഉന്തിക്കൊണ്ട് വരുന്നുണ്ട്. അവനും അവളെ ഫോൺ വിളിക്കുവാണ്.
അപ്പോൾ ദേ അവളും ബിസിയാണെന്ന് പറയും. അവൾ പോയി US-ലേക്കുള്ള ഫ്ലൈറ്റ് എവിടെയാണെന്ന് നോക്കി കണ്ടുപിടിക്കും. എന്നിട്ട് അങ്ങോട്ടേക്ക് ഓടി ചെല്ലും. അവൾ ചെല്ലുമ്പോൾ ടേഹുങ് ലഗേജ് ഊതിക്കൊണ്ട് പോകുന്നത് കാണും. അവൾ ഉറക്കെ ടേഹുങ് എന്ന് വിളിക്കും. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവളെ കാണും. അവൾ ഓടി വന്ന പെട്ടിയെല്ലാം കാണുമ്പോൾ ഇവൻ പോവാണെന്ന് തന്നെ ഉറപ്പിക്കും. അവളാണെങ്കിൽ പോകരുത്, ഇവിടെ നിൽക്കുന്ന പറയും. എന്നോട് ഒരു വാക്ക് പോലും പറയാതെ നിനക്ക് എങ്ങനെ പോകാൻ കഴിയുന്നേ? അവനപ്പോ ഏയ് നീ തെറ്റിദ്ധരിച്ചതാന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും അവള് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ടേഹുങ് എന്ന് പറയും. അവൻ അത് കേട്ട് ഷോക്കാവും. നീ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, നീ ഇല്ലാതെ എൻ്റെ ജീവിതം ശൂന്യമാ. നീ പോയതിന് ശേഷമാണ് നിന്റെ വില എത്രയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. നിൽക്കെന്ന് പറഞ്ഞ് അവൻ കാര്യം പറയാൻ ശ്രമിക്കുമ്പോൾ ഒന്നും പറയണ്ട, എന്തു വന്നാലും നീ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞതല്ലേ. നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് കാര്യവും ഹാൻഡിൽ ചെയ്യാൻ കഴിയും. കാരണം എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഒന്ന് അവൻ പറയാൻ തുടങ്ങുമ്പോൾ അവൾ അവനെ ഉമ്മ വെക്കും. അവൻ അങ്ങനെ തന്നെ വണ്ടറടിച്ച് നിൽക്കുവാണ്. അവൻ അതൊട്ടും പ്രതീക്ഷിച്ചില്ലാന്ന് തോന്നുന്നു. അവൻ തിരിച്ചും അവളെ ചേർത്ത് പിടിച്ച് ഉമ്മ വെക്കും. അവർ പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി നിൽക്കും. ഞാൻ എവിടെയും പോകുന്നില്ല എന്ന് അവൻ പറയും. നിന്നെ വിട്ട് എനിക്ക് എങ്ങനെയാ ദൂരേക്ക് പോകാൻ കഴിയുക? ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പാർക്ക് ഇതറിയുമ്പോൾ എന്താവും അയാളുടെ റിയാക്ഷൻ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.